നമസ്കാരം. ADGP അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളെ തുടർന്ന് പുറത്തുവന്നത് സ്വർണ്ണക്കടത്തിന്റെയും സ്വർണം പൊട്ടിക്കലിന്റെയും പകയുടെ കഥകളാണ്. ആരോപണമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തുമ്പോൾ ഒരക്ഷരം മറുപടി പറയാതെ മുഖ്യമന്ത്രി തുടരുന്ന മൗനം ദുരൂഹത ഉണ്ടാക്കുന്നുണ്ട്. സത്യത്തിൽ സ്വർണ്ണക്കടത്ത് വീണ്ടും സജീവ ചർച്ചയാകരുതെന്നാണ് പിണറായി ആഗ്രഹിക്കുന്നത്. ഭരണപക്ഷ MLA PV അൻവറാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന ആദ്യം ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണം പുറത്തുവന്ന പിറകെ ഡിപ്ലോമാറ്റിക് സ്വർണ്ണക്കടത്ത് കേസിലെ കൂടുതൽ വിവരങ്ങൾ ചർച്ചയാവുകയായിരുന്നു. സ്വർണ്ണക്കടത്ത് മുതൽ പങ്കുവയ്ക്കുന്നതിലെ തർക്കമാണ് ഇപ്പോഴത്തെ വിവാദത്തിന്റെ കാതലെന്നാണ് മാധ്യമങ്ങൾ ഇതേപ്പറ്റി വിലയിരുത്തിയത്. നയതന്ത്ര ചാനൽ വഴി 21 തവണയായി 169 കിലോ സ്വർണം കടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണിത്. സ്വർണ്ണക്കടത്തിലൂടെയുള്ള പണം കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് NIA നേരത്തെ സ്ഥിരീകരിച്ചിരുന്നതാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന ആരോപണം മുഖ്യമന്ത്രി നിഷേധിച്ചെങ്കിലും പിന്നീട് മുഖ്യന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാവുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, മകൾ വീണ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ, മുൻ മന്ത്രി KT ജലീൽ, മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ എന്നിവരുടെ ഇടപെടലുകളും ഇവർ എന്തൊക്കെ ചെയ്തെന്നും സ്വപ്ന രഹസ്യമൊഴി നൽകിയിരുന്നതാണ്. ADGP അജിത് കുമാർ കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്ന ആളാണെന്നാണ് PV അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളിൽ തന്നെ കേരളത്തിൽ നിന്ന് നാഗാലാൻഡിൽ എത്തിച്ച് ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ബംഗളൂരുവിലേക്ക് കടത്തിയതിന് പിന്നിൽ അന്ന് വിജിലൻസ് മേധാവിയായിരുന്ന ADGP അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന M ശിവശങ്കർ ആണെന്നും പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ മിണ്ടരുതെന്ന സ്വപ്ന സുരേഷിനെ അജിത് കുമാർ ഭീഷണിപ്പെടുത്തിയിരുന്നെന്ന വെളിപ്പെടുത്തൽ സ്വർണ്ണക്കടത്തുമായി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ബന്ധമുണ്ടെന്നും ബിരിയാണി ചെമ്പിൽ സ്വർണം എത്തിച്ചെന്നുമുള്ള ആരോപണത്തിന് കരുത്തു പകരുന്നതാണ്. ബിലീവേഴ്സ് ചർച്ച് ഡയറക്ടറും മാധ്യമപ്രവർത്തകനുമാണെന്ന് പറഞ്ഞ ശിവശങ്കർ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തിയ ഷാജ് കിരണുമായും അജിത് കുമാറിന് ബന്ധമുണ്ടായിരുന്നു. സ്വപ്ന സുരേഷിന്റെ സുഹൃത്തും സ്വർണ്ണക്കടത്തിലെ കൂട്ടുപ്രതിയുമായ PS സരിത്തിനെ സ്വപ്നയുടെ വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടുന്ന ദിവസം 19 തവണയാണ് ഷാജ് കിരണുമായി അജിത് കുമാർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നത്. പിന്നീടാണ് വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റുന്നത്. എന്നാൽ വിജയ് സാഖറെ ഡെപ്യൂട്ടേഷനിൽ NIA പോയ ഒഴിവിലേക്ക് ക്രമസമാധാന ചുമതലയുള്ള ADGP-യായി അജിത് കുമാർ എത്തുകയായിരുന്നു. വിവാദങ്ങൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചെന്ന മരുമകനും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ തുറന്നു പറച്ചിൽ ഉണ്ടാവുന്നത് ഈ സാഹചര്യത്തിലാണ്. പോലീസിലെ എല്ലാവരും നല്ലവരാണെന്ന് പറയാനാവില്ല. കേരള പോലീസിലും പുഴുക്കുത്തുക്കളുണ്ട്. സസ്പെൻഷനിലായ സുജിത് ദാസ് IPS എന്ന ഉദ്യോഗസ്ഥൻ അൻവർ MLA-യുമായി നടത്തിയ ഫോൺ സംഭാഷണം നാണം കെട്ടതും സേനയ്ക്ക് അപമാനം ഉണ്ടാക്കുന്നതുമാണ്. പോലീസ് സേനയെ മുഴുവൻ നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങളാണ് സത്യത്തിൽ ഇപ്പോൾ നടക്കുന്നത്. വിവാദ വ്യവസായികളും ക്രിമിനൽ കേസിലെ പ്രതികളുമായ ഒരു കൂട്ടർ നടത്തുന്ന റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേട് എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്നു എന്നും പറയണം. ക്രിമിനൽ കേസിലെ പ്രതികളായ ചാനൽ ഉടമകളുടെ പേരിലുള്ള കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ സ്ത്രീ പീഡനം ആരോപിച്ച് ഒരു ദിവസം മുഴുവൻ ചാനൽ വാർത്ത കൊടുക്കുന്നത് ഏത് ലോകത്ത് നടക്കുന്നതാണ്? പരാതി വ്യാജമാണോ എന്ന് പോലും അന്വേഷിക്കാതെയും പരാതിക്കാരിയുടെ വിശ്വസനീയത നോക്കാതെയും ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് കേൾക്കാതെയും കേരളം ഞെട്ടുന്ന ബ്രേക്കിംഗ് ന്യൂസ് റിപ്പോർട്ടർ പുറത്തുവിടുകയായിരുന്നു. ചാനൽ മുതലാളിമാരുടെ ക്രിമിനൽ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ത്രീപീഡന കേസിൽ പെടുത്താനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. സാമാന്യ ബോധമുള്ളവർക്കും അരിയാഹാരം കഴിക്കുന്നവർക്കും ഇത് മനസ്സിലാകും. മലപ്പുറം ജില്ലയിൽ മയക്കുമരുന്നും ഹവാലയും സ്വർണ്ണക്കടത്തും പിടികൂടുന്നതിന്റെ വിഷമവും ദേഷ്യവുമാണ് ഇടതുപക്ഷത്തെ മാപ്പിള സഖാപ്പികൾ പോലീസിനെതിരെ നടത്തുന്ന കലാപത്തിന്റെ പിന്നിലെ അണിയറ രഹസ്യം. ഏതായാലും രണ്ട് വിഭാഗവും കേരള പോലീസിനെ നിർവീര്യമാക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് അനുവദിച്ചുകൂടാ. ഇത്തരം നീക്കങ്ങളെ ശക്തമായി അടിച്ചമർത്തുകയും നേരിടുകയുമാണ് വേണ്ടത്. നന്ദി.